ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ആ പാഠത്തിന്റെ, അതായത് 11ാമത്തെ ലെസന്റെ ആക്ടിവിറ്റി നോക്കാം അല്ലെ. അപ്പോ അതിൽ നമ്മൾ അർത്ഥം പദം പരിചയപ്പെടാന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ അല്ലേ. എഴുതിയില്ലേ നിങ്ങൾ ടെക്സ്റ്റില്? അപ്പൊ നോട്ടിലേക്ക് നിങ്ങളത് പകർത്തി എഴുതണേ. ഓക്കെ, അതുവരെയുള്ളതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നില്ലേ? തന്നുവല്ലോ. അപ്പൊ നിങ്ങള് ചിലന്തിയുടെ തന്നില്ലേ? ഓക്കെ, അപ്പൊ ചിലന്തി എന്ന പാഠത്തിന്റെ തന്നില്ലേ റിലു? തന്നോ? ഓക്കെ, തന്നില്ലേ മോളെ ജൂലിയറ്റ്, സെൽന? ടോഷൻ എഴുതിയില്ലേ മോനെ? ടോഷൻ എവിടെ? ടോഷൻ എഴുതിയില്ലേ? ഓക്കെ, അതുവരെ ഉള്ളത് തന്നു കേട്ടോ. അപ്പൊ അതിനുശേഷമില്ല നിങ്ങളെ ഏതാണ് എഴുതേണ്ടത്? മുമ്പോട്ട് എന്ന പാഠം 11 എഴുതി മുൻപോട്ട് എന്ന് ഹെഡിങ് കൊടുത്ത് എന്ത് എഴുതണം? അർത്ഥം എഴുതണം കേട്ടോ. ഇന്നലെ മിസ് പറഞ്ഞു തന്നത് ടെക്സ്റ്റിൽ എഴുതിയത് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതണം. അത് കഴിഞ്ഞ് ഉത്തരം കണ്ടെത്തുകയും നമ്മൾ പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ നെക്സ്റ്റ് വൺ മൂന്നാമത്തെ എന്താണ്? പദച്ചങ്ങല തീർക്കാം അല്ലെ. പദച്ചങ്ങല തീർക്കാം എന്നാണ്. പേജ് നമ്പർ 51. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ, പേജ് നമ്പർ 51. ഓക്കെ, അപ്പൊ അതില് മൂന്നാമത്തതാണ് ആക്ടിവിറ്റീസിൽ 3. പദ്യത്തിൽ വരുന്ന ഇട്ടാ ചേർന്ന പദങ്ങൾ കണ്ടെത്തി പദച്ചങ്ങല തീർക്കാം എന്നാണ്. എല്ലാവരും എടുത്തില്ലേ ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ, അതില് ആദ്യം നമുക്ക് മഞ്ഞപ്പട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മളെ പദ്യത്തിൽ ഇട്ടാ വരുന്ന പദങ്ങൾ അല്ലേ, അതാണ് എഴുതേണ്ടത്. നമുക്ക് ഇട്ടാ വരുന്ന പദങ്ങൾ ഏതൊക്കെയുള്ളത്? മുമ്പോട്ട്, മേലോട്ട്, മുമ്പോട്ട്. എഴുതിക്കോ. ഫസ്റ്റ് വൺ മുമ്പോട്ട് എഴുതിക്കോ. മുമ്പോട്ട്. മുമ്പോട്ട് എഴുതാൻ അറിയാലോ. ടെക്സ്റ്റിന്റെ നമ്മുടെ ഹെഡിങ്, ആ പാഠത്തിന്റെ പേര്, നെയിം മുമ്പോട്ട്. അത് നോക്കി ആദ്യത്തെ കോളത്തിൽ എഴുതുക. മാ എഴുതുക, ഊച്ചിന് എഴുതുക, മുമ്പോട്ട്. മുമ്പോട്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ പട്ടം അല്ലെ, പട്ടം ഇട്ടുണ്ട് അതിന്. അപ്പൊ പട്ടം മുമ്പോട്ട് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത കോളത്തില് പട്ടം എഴുതിക്കോ. പട്ടം. നെക്സ്റ്റ് ഏതാണ് ഇട്ടാ വരുന്ന പദങ്ങളുള്ളത്? പദമുള്ളത് കെട്ടി അല്ലെ. പട്ടം കെട്ടി ഉണ്ടാക്കി എന്നുണ്ട് അതില്. അപ്പൊ കെട്ടി. കണ്ടോ നിങ്ങൾ ഏത് ലൈനിലാണെന്ന്? കെട്ടി എഴുതാൻ അറിയാലോ അല്ലെ. തെറ്റിക്കരുത് കേട്ടോ. കെട്ടി. പിന്നെന്താണ് ഉള്ളത്? മേലോട്ടേക്കല്ലേ എന്നുണ്ട് അല്ലെ. ഇപ്പൊ മേലോട്ട് എഴുതിക്കോ. മേലോട്ട്. കണ്ടോ നിങ്ങള്? എത്രാമത്തെയാണ്? 50ാമത്തെ പേജില് 2 ലൈൻ കഴിഞ്ഞാടുള്ള ലൈൻ, 3ാമത്തെ ലൈൻ. അതായത് മേലോട്ടേക്കല്ലേ എന്നുണ്ട്. അപ്പൊ മേലോട്ട്. മേലോട്ട് എഴുതിയിട്ട് ചന്ദ്രക്കര ഇട്ടാൽ മതി കേട്ടോ. മേലോട്ട്. അപ്പൊ നിങ്ങൾ 4ാമത്തെ കോളം ഫിനിഷ് ആയി അല്ലേ. ഇപ്പൊ ആദ്യത്തെ മഞ്ഞപ്പട്ട്, 2ാമത്തെ നമ്മൾ എന്താ എഴുതിയേ? മുമ്പോട്ട്, 3ാമത്തേല് പട്ടം, 4ാമത്തേല് കെട്ടി, 5ാമത്തേല് എന്തെഴുതി? മേലോട്ട് അല്ലേ. ഇനി അടുത്തത് വേറെ എന്താ പാഠത്തിലുള്ളത്? ചാട്ടം അല്ലേ. അടുത്ത ലൈനിലതാ ചാട്ടം. കണ്ടോ? അലൻ മനസ്സിലായില്ലേ മോനെ? അലൻ പി സാംസൺ. ഓക്കെ, ചാട്ടം. അടുത്ത കോളത്തിൽ നിങ്ങൾ എന്ത് എഴുതുക? ചാട്ടം. പട്ടം എഴുതി കെട്ടി എഴുതി അല്ലെ. ചാട്ടം. നെക്സ്റ്റ് വൺ എന്താണ്? കൂട്ടം അല്ലെ. കൂട്ടമില്ലേ അതില്? കൂട്ടം. കൂട്ടത്തിൽ വൈകാതെ എത്താം എന്ന് കണ്ടോ? കൂട്ടം. കൂട്ടം.
കൂട്ടം. എന്തേ ഏഞ്ചൽ റോസേ, എന്താണ് ഡൗട്ട്? പറഞ്ഞു. മിസ് അടുത്ത ഒന്ന് പറയാൻ വേണ്ടിട്ടാ. ഏത് മൂന്നാമത്തെ? ഇട്ടാന്നില്ലേല് മഞ്ഞപ്പെട്ട അതിലുണ്ട്. രണ്ടാമത് നമ്മൾ എഴുതിയത് മുമ്പോട്ട്, അതായത് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് പേര്. നെക്സ്റ്റ് വൺ പട്ടം, അടുത്ത കുളത്തില്. പറഞ്ഞോ. അതല്ല മിസ്, ഞാൻ അടുത്ത സാധനം പറയാൻ വേണ്ടിട്ട്. നാലാമത്തെയാ? ഓ, അടുത്ത പദ. ഓക്കെ. അപ്പൊ അതിൽ നമ്മളിപ്പോ ഏതാ എഴുതിയത് ഇപ്പോ? കൂട്ടം അല്ലേ? കെട്ടി. ഇനി വിട്ടു. അടുത്തത് വിട്ടു. കെട്ടി വിട്ടു. പട്ടം കെട്ടി വിട്ടു എന്നുണ്ട്. അപ്പൊ വിട്ടു എഴുതിക്കോ. വാ എഴുതുക, വള്ളി ഇടുക, ഇട്ട എഴുതുക, ഊച്ചിനിടുക. വിട്ടു. ആർക്കെങ്കിലും എഴുതാൻ അറിയാതെ ഉണ്ടോ? എഴുതി തരണോ മിസ്? സിമ്പിള് കാര്യമായോണ്ടാ എഴുതി തരണോന്ന് ചോദിക്കുന്നത്. ഓക്കെ, വിട്ടു. പിന്നെന്താ? കൂട്ടർ. കൂട്ടർ. അടുത്തത് എന്തേ ആദ്യത്തെ? ആ, ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യത്തെ മഞ്ഞപ്പെട്ടതിലുണ്ട് അല്ലേ? എഴുതിയില്ലേ? അതവിടെ ഉണ്ടല്ലോ. നെക്സ്റ്റ് വൺ മുമ്പോട്ട്. എഴുതിയോ മുമ്പോട്ട്? ഓക്കെ. അതിന്റെ മൂന്നാമത്തെ കുളത്തിൽ, ഇപ്പൊ മൂന്നാമത്തെ കുളലാവോ? ഇപ്പം ഒന്നിൽ അതിലുണ്ടല്ലോ, രണ്ടിൽ നമ്മൾ മുമ്പോട്ട് എഴുതി. മൂന്നാമത്തേല് പട്ടം. പ ഇട്ട എന്നിട്ട് അനുസാരം പൂജ, കുഞ്ഞിപ്പൂജ, പട്ടം. നെക്സ്റ്റ് വണ്ണില് എന്താണ്? കെട്ടി അല്ലെ? നമ്മളതല്ലേ എഴുതി? കെട്ടി. കാക്കുമ്പിൽ ഏച്ചിനിടണം, എന്നിട്ട് ഇട്ട എഴുതി വള്ളി ഇടുക. കെട്ടി. നെക്സ്റ്റ് വൺ മേലോട്ട്. ആ, മേലോട്ട്. അടുത്ത താഴത്തെ കോളത്തിലെത്തും നമ്മള്. മേലോട്ട് എഴുതി. മാക്ക് ഏച്ചിനിടണം, എന്നിട്ട് ലാക്ക് ഏച്ചിനിടുക, എന്നിട്ട് ലാ കഴിഞ്ഞ് ആച്ചിനോട്ട് ഇട്ട എഴുതി ചന്ദ്രക്കല ഇടുക. അപ്പൊ മേലോട്ട്. നെക്സ്റ്റ് വൺ നമ്മൾ എന്താ എഴുതിയത്? ചാട്ടം അല്ലേ? ചാട്ടം. പിന്നെന്താ എഴുതി നമ്മള്? കൂട്ടം അല്ലേ? കൂട്ടം. ഇനി ഒന്നുകൂടി അല്ലേ പറയണ്ടു? കംപ്ലീറ്റ് ആയോ ആ കോളം? ഫിനിഷ് ആയോ? ഫിനിഷ് ആയോ ബെനീറ്റ? ഒരെണ്ണം കൂടി വേണം അല്ലേ? ഓക്കെ. അപ്പോ ഒട്ട് അല്ലേ? ഒട്ട്. കണ്ടോ? ഒട്ട്. ഒട്ടു നേരം എന്നുണ്ട് അല്ലേ? അപ്പൊ ഒട്ട്. ഓ ടാ എഴുതി ചന്ദ്രക്കൊലയുടെ ഒട്ട്. അപ്പൊ ഇട്ടാ വരുന്ന പദങ്ങളായി മഞ്ഞപ്പെട്ട്, മുമ്പോട്ട്, പട്ടം, കെട്ടി, വിട്ടു, കൂട്ട്, മേലോട്ട്, കൂട്ടർ, ഒട്ട്. ആയോ എല്ലാം? ഓക്കെ. അപ്പൊ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. മഞ്ഞപ്പെട്ട്, മുമ്പോട്ട്, ചാട്ടം, കൂട്ടം, പട്ടം, കെട്ടി, വിട്ടു, കൂട്ട്, മേലോട്ട്, കൂട്ടർ, ഒട്ട്. എഴുതിയോ? എല്ലാം കംപ്ലീറ്റ് ആയോ? കോളം ഫിനിഷ് ആയോ ആരോൺ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ നാലാമത്തതാണ്. നാലാമത്തേല് പദസൂര്യൻ നിർമ്മിക്കാം. പദസൂര്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? പദസൂര്യൻ. അപ്പൊ എന്താ പറഞ്ഞത്? വലയത്തിൽ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്ന് അനുയോജ്യമായവ തെരഞ്ഞെടുത്ത് നക്ഷത്രം, ആകാശം എന്നിവ കേന്ദ്രമായി വരുന്ന പദസൂര്യൻ പൂർത്തിയാക്കാം. അതിൽ താരകം, വാനം, താരം, വിണ്ണ്, ഉടു, മാനം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബ്രാക്കറ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നക്ഷത്രം നിലയിൽ ചേരുന്ന ഏതൊക്കെയാ? നക്ഷത്രത്തിന്റെ ഓക്കെ, താരകം. നെക്സ്റ്റ് താരം, മാനം അതിൽ വരില്ല നക്ഷത്രത്തില്. ആകാശത്തിന്റെ അർത്ഥങ്ങളാണ് ഏത്? വാനും, മാനും, വിണ്ണും. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് നക്ഷത്രത്തിന് മുകളിൽ ആദ്യത്തത് താരകം. എഴുതിയോ അലൻ? അലൻ മാത്യു എഴുതിയോ അലൻ? ഓക്കെ. അപ്പോ നക്ഷത്രത്തിന്റെ നേരെ നിങ്ങൾ എന്ത് എഴുതണം? നക്ഷത്രത്തിന്റെ പദസൂര്യൻ പൂർത്തിയാക്കുന്നതിൽ ആദ്യത്തത് മിസ് പറയുന്നത് എഴുതുക. ഒന്ന് താരകം, ബ്രാക്കറ്റിലെ ഫസ്റ്റ് വേർഡ് താരകം എന്ന് എഴുതുക. അത് കഴിഞ്ഞ് താരം, കണ്ടോ? താരകം കഴിഞ്ഞ് വാനം കഴിഞ്ഞ് താരം എന്ന് കണ്ടോ? മൂന്നാമത് ബ്രാക്കറ്റിൽ മൂന്നാമതുള്ളതാണ് എടുത്തെഴുതേണ്ടത്. താരം.
നെക്സ്റ്റ് ഉഡു. ഉഡു ആണ് നക്ഷത്രത്തിന്റെ അടുത്ത പര്യായം അല്ലെ, അർത്ഥം വരുന്ന വാക്കുകൾ. അപ്പോ താരകം, താരം, ഉഡു. ഉഡു എത്രാമത്തതാ ബ്രാക്കറ്റില്? ബ്രാക്കറ്റിൽ എത്രാമത്തെ ഉഡു അലൻ പി സാംസൺ? അഞ്ചാമത്തേത്. ഓക്കെ, 1 2 3 4 5. ഓക്കെ, അഞ്ചാമത്തെയാണ് ഉഡു. അതെടുത്തിട്ട് നിങ്ങൾ എന്ത് എഴുതണം? നക്ഷത്രത്തിന്റെ മൂന്നാമത്തെ താഴെ എഴുതുക അല്ലെ. ആദ്യം നമ്മൾ താരക എഴുതി, പിന്നെ താര എഴുതി, പിന്നെ ഉഡു എഴുതി. അപ്പൊ ആ പദസൂര്യൻ കംപ്ലീറ്റ് ആയി. 3 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആകാശം എടുക്കുക. ആകാശത്തിന്റെ മുകളിൽ നിങ്ങൾ ആദ്യത്തെ എന്ത് എഴുതുക? വാനം. വാനം. എന്താ സിദ്ധാന്തേ, ഡൗട്ട് ഉണ്ടോ? എന്താ മോനെ? ആദ്യം മുതലേ പറഞ്ഞോ? ഏത് മൂന്നാമത്തത് പറയണോ ആദ്യം മുതല്? നാലാമത്തേന്റെ ആദ്യം മുതലാണോ? പറയാ. ഓക്കെ, എന്താണ് നക്ഷത്രം എന്ന് കണ്ടോ? ആദ്യത്തത് പദസൂര്യൻ തയ്യാറാക്കേണ്ടതിൽ ആദ്യത്തെ നക്ഷത്രം. ഓക്കെ, അപ്പൊ അതിന്റെ നേരെ ഒരു മുകളിലോട്ട് ഒരു വര വരച്ചിട്ട് കണ്ടോ സൈഡിലേക്ക്? അതിന്റെ മേലെ നീ എഴുതണം താരകം. അതായത് ബ്രാക്കറ്റിൽ തന്ന ആദ്യത്തത്, അതാണ് താരകം. അതെടുത്തിട്ട് നിങ്ങൾ ആദ്യത്തേന് ഏതിന് എഴുതണം? നക്ഷത്രത്തിന് മുകളിലോട്ടുള്ള ഒരു വര കണ്ടോ ഫസ്റ്റ് ഉള്ളത്, അതിന് മേലെ എഴുതണം. എഴുതിയോ താരകം? എഴുതിയോ സിദ്ധാന്തേ? എഴുതിയല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് കണ്ടോ ചേച്ചിട്ട് ഇങ്ങോട്ടൊരു വര ആ നക്ഷത്രത്തിന്റെ തന്നെ, അതിന് നീ എഴുതി ഏത്? താരം. അതായത് ബ്രാക്കറ്റിൽ തന്ന മൂന്നാമത്തെ പദം എടുത്തിട്ട് താരം എന്നാ വായിക്കുക. അതെടുത്തിട്ട് നക്ഷത്രത്തിൽ തിരിച്ച് വരച്ചിലേക്ക് വരക്കുക. അടുത്തത് താഴേക്ക് കണ്ടോ നക്ഷത്രത്തിന്റെ താഴേക്ക് വരച്ചിട്ട് കണ്ടോ? ഓക്കെ, അതിനെന്ത് എഴുതണം? ഉഡു. അതായത് ബ്രാക്കറ്റിൽ മുകളിൽ ബ്രാക്കറ്റ് തന്നതിൽ അഞ്ചാമത്തെ പദം വേർഡ് എടുത്തിട്ട് അവിടെ എഴുതണം. ഉഡു. അപ്പൊ ആ പദസൂര്യൻ കംപ്ലീറ്റ് ആവും. എഴുതിയോ സിദ്ധാന്തേ? ഫിനിഷ് ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ അതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ആകാശം എഴുതിയിട്ട്? ആ ആകാശത്തിന്റെ പദസൂര്യനാണ് ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത്. അതില് ആകാശത്തിന്റെ ചെരിച്ച് മേലോട്ട് വരച്ചതിൽ നിങ്ങൾ എന്ത് എഴുതണം? വാനം. എഴുതിക്കോ, വാനം. അതായത് ബ്രാക്കറ്റിൽ രണ്ടാമത് തന്ന വേർഡ് എഴുതണം, വാനം. പിന്നെ പിന്നെ ചെരിച്ച് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്, അതിനെന്ത് എഴുതണം? വാനം എഴുതിയില്ലേ നമ്മള്? മാനം അല്ലെ? മാനം. ഓക്കെ, മാനം. വാനു മാനു ഉണ്ട്. മാനം എഴുത്, അല്ലെങ്കിൽ വിണ്ണ്, ഏത് എഴുതിയാലും കുഴപ്പമില്ല. 3 മാനം, വാനം, വിണ്ണ്, അതാണ് ആകാശത്തിന്റെ പര്യായ പദങ്ങൾ, അർത്ഥം വരുന്ന വാക്കുകൾ, പകരം പദങ്ങൾ എന്തും പറയാം കേട്ടോ അത്. അപ്പൊ ആകാശം എന്നുള്ളതിന് നിങ്ങൾ ആദ്യത്തെ ലൈനിൽ വാനം എഴുതുക, രണ്ടാമത്തേല് മാനം എഴുതുക, മൂന്നാമത്തെ താഴോട്ടില്ലേല് എന്ത് എഴുതുക? വിണ്ണ്. കണ്ടോ വിണ്ണ്? 1 2 3 4 നാലാമതുള്ളത് ബ്രാക്കറ്റിൽ നാലാമതുള്ളത് വിണ്ണ്. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ്? അതതിന്റെ അർത്ഥാണ് വരുന്നത്, പര്യായ പദങ്ങളാണ്. ഇപ്പോ നക്ഷത്രത്തിന്റെ 3 അർത്ഥം വരുന്ന വാക്കുകളാണ് അത്, പകരം പദങ്ങൾ. അതുപോലെ ആകാശത്തിന്റെ പര്യായ പദങ്ങളാണ് ഇപ്പൊ നമ്മൾ ആദ്യം ഏതൊക്കെ? വാനു, മാനു, വിണ്ണു. ഓക്കെ, അപ്പൊ അത് ഫിനിഷ് ആയോ മക്കളെ? ഷഹ്മ കഴിഞ്ഞോ? ഷഹ്മാവി എഴുതിയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അഞ്ചാമത്തത് അല്ലെ? അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? അഞ്ചാമത്തത് വിട്ടുപോയ പദങ്ങൾ കളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നാണ്. അവിടെ വരെ എല്ലാവർക്കും എത്തിയോ മക്കളെ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. അപ്പോ കെട്ടിയുണ്ടാക്കി എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. അതില് കെട്ടീന്ന് അവിടെ ഉണ്ട്. താഴെ കണ്ടോ ഒരു കോളത്തില് പിരണ്ടു, ഉണ്ടാക്കി, കുതിച്ചു, എത്താം. ഏതാ വേണ്ടത്? കെട്ടി പ്ലസ് കെട്ടി ഉണ്ടാക്കി ഉണ്ടാക്കി അല്ലെ? അപ്പൊ രണ്ടാമത്തത് കണ്ടോ താഴെ
പിരണ്ടു ഉണ്ടാക്കി രണ്ടാമത്തതാണ് എടുത്ത് എവിടെ എഴുതേണ്ടത്? നിങ്ങൾ മുകളില് കെട്ടി ഉണ്ടാക്കി നിലന്റെ കെട്ടി പ്ലസ് ഉണ്ടാക്കി എഴുത്. കണ്ടോ? നോക്കി എഴുതിയാൽ മതി, തെറ്റിക്കണ്ട. താഴെ ഉണ്ട് തന്നിട്ട് നിങ്ങൾക്ക്. കെട്ടി പ്ലസ് ഉണ്ടാക്കി. ഷഹ്മ എവിടെ പോയി? ഷഹ്മ ടോഷിൽ എഴുതുന്നുണ്ടോ? ആരാധ്യ ഫിനിഷായോ ഇവിടെ? ഓക്കെ. ടോഷിൻ എഴുതിയ ടോഷിൻ എന്താണ് ടോഷിൻ? അഞ്ചാമത്തത് വിട്ടുപോയ പദങ്ങൾ കളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നാണ്. കണ്ടോ നീ അത്? അപ്പൊ അതില് കെട്ടി ഉണ്ടാക്കി എന്നുള്ളത് പിരിച്ചെഴുതാനാണ് പറയുന്നത്. അപ്പൊ കെട്ടി പ്ലസ് ഉണ്ടാക്കി എഴുതണം. താഴെ കണ്ടോ നീ? എവിടെ? പിരണ്ടു ഉണ്ടാക്കി കുതിച്ചു എത്താം. അവിടെ തന്നെ താഴെ കണ്ടോ? അതില് രണ്ടാമത്തത് എടുത്ത് അവിടെ എഴുത്. കെട്ടി പ്ലസ് ഉണ്ടാക്കി എഴുതിക്കോ. എഴുത്, ഓൺ ദ സ്പോട്ടിൽ എഴുത്. പിന്നീടേക്ക് വെക്കണ്ട നിങ്ങൾ ആരും. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഡ്വിൻ തോമസ് എഴുതിയോ മോനെ? ഓക്കെ ഓക്കെ, ഇത് എഴുതി അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൈകാതെ എത്താം അല്ലെ? വൈകാതെ എത്താം എന്നുള്ളത് വൈകാതെ പ്ലസ് എന്താ വേണ്ടത്? എത്താം അല്ലെ? എത്താം എന്ന് വേണം. വൈകാതെ പ്ലസ് എത്താം. എന്താണ് ബെനീറ്റ? ഞാനത് മൊത്തം എഴുതി. എഴുതിയോ? ഓക്കെ, അതിൽ താഴെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കി ആൻസർ ചെയ്യാതെ. ഓക്കെ. നെക്സ്റ്റ് വൺ തെറ്റിപ്പിരണ്ടു എന്നുള്ളത് തെറ്റി പ്ലസ് ഡേഷ്. എന്താണ്? പിരണ്ടു. പിരണ്ടു അല്ലെ? പിരണ്ടു എഴുതിയോ സെൽന? ഓക്കെ. അപ്പൊ തെറ്റി എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ തെറ്റി പ്ലസ് പിരണ്ടു. അടുത്ത ലാസ്റ്റ് വൺ എന്താണ്? ചാലേ കുതിച്ചു. ചാലേ പ്ലസ് കുതിച്ചു. കുതിച്ചു എന്ന് എഴുതണം നിങ്ങൾ. താഴെ ഉണ്ട്, നോക്കി എഴുതണം. അതായത് 1 2 3 മൂന്നാമതുള്ളതാണ് നിങ്ങൾക്ക് എടുത്ത് എഴുതേണ്ടത്. അവിടെ നാലാമത്തേന് അവിടെ എഴുതേണ്ടത്. തെറ്റിട്ടൊന്നല്ലല്ലോ ആരും എഴുതുന്നത്, ശരി തന്നെയല്ലേ എഴുതുന്നത്? അപ്പോ ചാലേ കുതിച്ചു എന്ന് എഴുതണം, മൂന്നാമത്തത് അല്ലേ? ഓക്കെ. അപ്പൊ കെട്ടി ഉണ്ടാക്കി എന്നുള്ളത് കെട്ടി പ്ലസ് ഉണ്ടാക്കി, വൈകാതെ പ്ലസ് എത്താം. എത്താം എന്നല്ല, താഴെ ഉണ്ട് കേട്ടോ, എത്താം. അത് കഴിഞ്ഞ് തെറ്റി പ്ലസ് പിരണ്ടു. പിരണ്ടുന്ന് എടുത്തെഴുതണം. അത് കഴിഞ്ഞ് ചാലേ പ്ലസ് എന്താണ്? കുതിച്ചു. കുതിച്ചു. അപ്പൊ എന്തൊക്കെയാ നമ്മൾ എഴുതേണ്ടത്? ആദ്യം നമ്മൾ എഴുതേണ്ടത് കെട്ടി ഉണ്ടാക്കിന്ന് അല്ലേ? രണ്ടാമത്തേല് നമ്മൾ എന്ത് എഴുതണം? എത്താം. മൂന്നാമത്തേല് പിരണ്ടു. നാലാമത്തേല് ഉണ്ടാക്കി. ഓക്കെ. അപ്പൊ അത് കംപ്ലീറ്റ് ആയോ? യെസ്. ഓക്കെ. അപ്പൊ ആറാമത്തെ എന്താ പറയുന്നത്? കടങ്കഥകൾ ശേഖരിക്കാം അല്ലെ? കടങ്കഥകൾ ശേഖരിക്കാം. നക്ഷത്രം ഉത്തരമായി വരുന്ന കടങ്കഥകൾ ശേഖരിക്കാം. അറിയോ നിങ്ങൾക്ക്? ആർക്കറിയാം കടങ്കഥകള്? നക്ഷത്രം ഉത്തരമായി വരുന്ന കടങ്കഥകൾ അറിയോ ആർക്കെങ്കിലും? ഒന്നും അറിയില്ലേ? നക്ഷത്രം ഉത്തരമായി വരുന്ന കടങ്കഥ ഏതും ആർക്കും അറിയില്ല? നമ്മൾ പണ്ട് എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ആന കേറാമലയിൽ ആളുകേറാമലയിൽ 1000 കാന്താരി പൂത്തിറങ്ങി. ആസിഫ് സഫക്ക് അറിയോ? പറഞ്ഞോ. അതെ അല്ലേ? ആനകേറാമലയിൽ ആളുകേറാമലയിൽ 1000 കാന്താരി പൂത്തിറങ്ങി. അത് നക്ഷത്രത്തിന്റെ ഒരു കടങ്കഥയാണ്. അറിയോ?
കുറെ പേർക്ക് അറിയായിരുന്നു തോന്നുന്നു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് അറിയോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? വേറെ അറിയുന്നുണ്ടോ? ഇപ്പൊ മിസ് പറഞ്ഞതല്ലാതെ ആർക്കെങ്കിലും കടങ്കഥ അറിയുന്നവരുണ്ടെങ്കിൽ കൈപൊക്കിയേ. നക്ഷത്ര ഉത്തരം വരുന്നേ. ആ ഏഞ്ചൽ റോസ് അല്ലേ കൈപൊക്കുന്നത്? ടോഷിനും. എന്താ ഏഞ്ചൽ റോസേ? കാവലില്ലാത്ത കൊട്ടാരത്തിൽ എണ്ണാൻ ആവാത്തത്ര മുത്തുകൾ. കാവലില്ലാത്ത കൊട്ടാരത്തിൽ എണ്ണാൻ പറ്റാത്തത്ര മുത്തുകൾ അല്ലേ? ശരിയാണ്. ഓക്കെ, ആകാശത്തില് നമുക്ക് എണ്ണാൻ പറ്റില്ല അല്ലെ നക്ഷത്രത്തിന്. ഓക്കെ, ആന കേറാമല ആള് കേറാമല 1000 കാന്താരി പുത്തിറങ്ങി എന്ന് പറയുന്ന പോലത്തെ ഒരു നക്ഷത്രം നർത്ഥം വരുന്ന ഒരു കടങ്കഥയായി. നെക്സ്റ്റ് നിഹാരൊക്കെ അറിയോ? നിഹാര പറഞ്ഞോ. എണ്ണിയാ തീരാത്തതും മിന്നിത്തിളങ്ങിയതും. ഓക്കെ, എണ്ണിയാൽ തീരാത്തതും മിന്നിത്തിളങ്ങിയതും. വേറെ ഇനിയുണ്ടോ? ഇത്രയേ ഉള്ളൂ നക്ഷത്രം. നെക്സ്റ്റ് നീലപ്പട്ടിൽ വെള്ളപ്പുള്ളി അല്ലേ? നീലപ്പട്ടിൽ വെള്ളപ്പുള്ളി ശരിയല്ലേ? നീല ആകാശം, അതില് വെള്ളപ്പുള്ളി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? മാനത്തൊരു തുമ്പക്കൊട്ട. പിന്നെയോ രാത്രിയിലെ രാജാവിന് 10,000 കണ്ണ്. രാത്രിയിലെ രാജാവിന് 10,000 കണ്ണ്. നെക്സ്റ്റ് വേരില്ല, താടിയില്ല, കൊമ്പില്ല, ഇലയില്ല, പൂമരം. എന്ത് നക്ഷത്രം അല്ലേ? വേരും ഇലയും കൊമ്പും ഒന്നുമില്ല, പക്ഷെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ നക്ഷത്രങ്ങള് അല്ല കടങ്കഥകള് അതൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാ മതിയത് കേട്ടോ. നിങ്ങൾ ശേഖരിക്കേണ്ടതല്ല, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഇതെന്താ അറിയില്ലൂ ഒരു സംഭവം? പേനയാണോ? ഓക്കെ, പേന റിലുവിനെ കാണി വലിയതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതെന്ന് അല്ലേ റിലു? നെക്സ്റ്റ് അപ്പൊ കൊറേ അറിയില്ലേ ഇപ്പോ? ആന കേറാമലയിൽ ആളു കേറാമലയിൽ 1000 കാന്താരി പൂത്തിറങ്ങി. പിന്നെന്താ ആഞ്ചൽ റോസ് പറഞ്ഞത്? എന്താണ് ഏടാ? കാവലില്ലാത്ത കൊട്ടാരത്തിൽ എണ്ണാനാവാത്തത്ര മുത്തുകൾ. കാവലില്ലാത്ത കൊട്ടാരത്തിൽ ആവാത്തത്ര മുത്തുകൾ അല്ലെ? ഒരുപാടുണ്ട്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞേ? നീലപ്പട്ടിൽ വെള്ളപ്പുള്ളി. നെക്സ്റ്റ് മാനത്തൊരു തുമ്പക്കൊട്ട. രാത്രിയിലെ രാജാവിന് പിന്നെന്താ പറഞ്ഞേ? രാത്രിയിലെ രാജാവിന് 10,000 കണ്ണ്. വേരില്ല, താടിയില്ല, കൊമ്പില്ല, ഇലയില്ല, പൂമരം. നെക്സ്റ്റ് നിഹാരി ഒന്ന് പറഞ്ഞില്ലേ? എന്താ നിഹാര പറഞ്ഞേ? എണ്ണിയാലും തീരാത്ത തീരാത്തത്ര എന്തോ ഒന്ന് പറഞ്ഞു. നക്ഷത്രങ്ങളല്ല, അത് നക്ഷത്രങ്ങൾ ഉത്തരം വരുന്നതല്ലേ വേണ്ടേ? ഓക്കെ, പിന്നെന്താണ് ലാസ്റ്റ് വൺ? ചൊല്ലി രസിക്കാം എന്നാണുള്ളത്. അപ്പൊ ചൊല്ലി രസിക്കാം എന്നുള്ളത് നമുക്ക് ചൊല്ലാം അല്ലെ? എന്താണ്? താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി, നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോഴാരാനും ഭംഗമാർന്നൂഴിയിൽ വീണുപോയോ. ചൊല്ലിക്കോ, എല്ലാവരും ചൊല്ലി രസിക്കറ, പാടി നോക്കറ അല്ലെ? താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി, നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോഴാരാനും ഭംഗമാർന്നൂഴിയിൽ വീണുപോയോ. പാടിക്കോ, എല്ലാവരും പാടി നോക്കിയേ. പാടി നോക്കിയേ അസിയത്തെ. താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾക്ക് നിശ്ചലയായി, നിങ്ങൾ കൂട്ടത്തിൽ നിന്നിപ്പോഴാരാനും വീണുപോയോ. എല്ലാരും പാടി നോക്കിക്കോ മക്കളെ. താഴത്തേക്ക് എന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലരായി, നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോഴാരാനും
ഭംഗമാർന്നൂഴിയിൽ വീണുപോയോ. അല്ലേ? ഇതാണ് ചൊല്ലി രസിക്കാനുള്ള പാട്ട്. നിങ്ങൾ തൻ കൂട്ടത്തിൽ പോയോ. ഓക്കെ. അപ്പോ എന്ത് ചെയ്യണം? നിങ്ങള് പാടത്തിന്റെ പേര് എഴുതിയിട്ട് ഏത് എഴുതണം? അർത്ഥം എഴുതണം. എഴുതിയോ എല്ലാരും നോട്ടിലെ? കൊറേ പേര് എഴുതി അല്ലേ? അർത്ഥം എഴുതണേ. എന്നിട്ട് ക്വസ്റ്റ്യൻസിൽ മിസ് എഴുതി തരാം. ബാക്കിയൊന്നും പിന്നെ അങ്ങനെ ടെക്സ്റ്റിലേക്ക് എഴുതേണ്ടതില്ല. ഇത് എഴുതിക്കോട്ടോ. ഏത്? അഞ്ചാമത്തത് വിട്ടുപോയ, അതായത് ചേർത്ത് എഴുതുക എന്ന് എഴുതിയിട്ട് നിങ്ങള് അഞ്ചാമത്തത് നോട്ടിലേക്ക് എഴുതിക്കോട്ടോ. കെട്ടി ഉണ്ടാക്കി വൈകാതെ എത്താം, തെറ്റിപ്പിരണ്ടു ചാലേ കൊതിച്ചു. അല്ലേ? അത് നോട്ടിലേക്ക് എടുത്തിട്ടില്ല. പിന്നെ അർത്ഥം എഴുതണം. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ലപോലെ ആ പാഠഭാഗം വായിക്കണേ. മുമ്പോട്ട് എന്ന പാഠം നല്ലപോലെ വായിക്കണം എല്ലാവരും. അതുപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ പറ്റുന്നത്ര വേഗം സെൻഡ് ചെയ്ത് തരാം കേട്ടോ മക്കളെ. ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ ബൈ. ബൈ. Yes.